നമ്മുടെ 10 മണി ചെടികളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഓൾറെഡി ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എങ്ങനെ 10 മണികൾ ഇങ്ങനെ ബൊക്കെ പോലെ ആക്കി മാറ്റാം എന്നുള്ളതും, പിന്നെ നിറയെ പൂക്കളിടാൻ ഒരുപാട് സംശയങ്ങളായി ചോദിക്കുന്നു. എൻ്റെ 10 മണി ചെടികളിൽ പൂക്കളില്ല, 1-2 ഉള്ളൂ, തീരെ പൂക്കൾ വരുന്നില്ല, വലിയ പൂക്കളല്ല, വളരെ കുഞ്ഞി പൂക്കളാണ്. ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ആദ്യം തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൂണിങ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് 10 മണി ചെടികൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വലിയ പൂക്കളുമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വളങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മളെ പോട്ടിംഗ് മിക്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോട്ടിംഗ് മിക്സ് തന്നെയാണ്. പക്ഷെ അത് കൂടാതെ നമ്മൾ കൃത്യതയായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അത്ഭുത മരുന്ന് എന്ന് വേണേൽ ഞാൻ പറയാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അതായത് എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഈ ഒരു സംഭവം കാണുകയും വാങ്ങിച്ചിട്ട് പരീക്ഷിച്ച് നോക്കുകയും ചെയ്തിട്ടുള്ളത്. വളരെയധികം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു 10 മണി ചെടിയിൽ വെറും ആ ഒരു വളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ജൈവ വളമാണ്. MVR സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ഇത് പ്യോർലി ഓർഗാനിക് ആണ്. നമുക്ക് ഈ ഒരു ഓർണമെന്റൽ ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മുല്ലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പച്ചമുളകിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ സ്റ്റേജസ്, അതായത് ചെയ്യുമ്പം ആദ്യം എങ്ങനെയായിരുന്നു ചെടി, പിന്നെ എങ്ങനെയായിരുന്നു ചെടി എന്നുള്ളത് നമ്മൾ കാണണം. അല്ലാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ നിങ്ങളിത് വിശ്വസിക്കില്ല. അപ്പോൾ ഞാനിത് ആദ്യത്തെ ഈ ഒരു ചെടീൻ്റെ ഒരു സ്റ്റേജും പിന്നെ ഞാൻ അത് യൂസ് ചെയ്തിട്ട് ചെടി എങ്ങനെ അത് ഗ്രോത്ത് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ 10 മണി ചെടിയുടെ ആദ്യത്തെ ഒരു സ്റ്റേജ്. അതായത് ചെടി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അത് ഈ ചെടി എന്നല്ല, ഏതൊരു ചെടി നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 4 മൂടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക്. അതായത് ചെടിയുടെ ത്വരിത വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള ഇതൊരു ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ വെച്ചൂർ പശുവിൻ്റെ മൂത്രം, ചാണകം, അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവരിത് പ്രത്യേക ഒരു റേഷ്യോയിലാണ് ഇത് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ബോട്ടിൽ തുറക്കുമ്പോൾ അത്യാവശ്യം പശുവിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട്. പക്ഷേ കൃഷിക്കാരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് പോയിക്കോളും. പിന്നെ കയ്യിലൊരു തുള്ളി ആയി എന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമില്ല. പ്യോർ ഓർഗാനിക് ആയിട്ടുള്ളൊരു സംഭവം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ അത് പോയിക്കോളും കേട്ടോ. എല്ലാതരം പച്ചക്കറികൾക്കും ഓർണമെൻ്റൽ ചെടികൾക്ക് നെല്ല്, മഞ്ഞൾ, കുരുമുളക്, ഇഞ്ചി, ചീര, ഇങ്ങനെ എല്ലാ വിളവ് തരുന്ന സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു MVR ഉപയോഗിക്കാം. അതുമാത്രമല്ല ചെടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ചെടികൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി മെയിനായിട്ട് സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ കൃഷിക്കാരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വേണമെങ്കിൽ ഈ ഒരു സംഭവത്തിനെ നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ട് പകുതി വഴിക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ വിട്ടു പോകുന്നൊരു അവസരം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറുമ്പ് വന്ന് തിന്നു പോകും, അല്ലെങ്കിൽ അതിൽ പല ജീവികൾ വരുന്നു, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ. അതായത് ഒരുപാട് കമൻസ് എനിക്ക് അതിനാണ് വരാറുള്ളത്. എന്താ ചേച്ചി ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അധികം വേപ്പെണ്ണയുടെ ഒരു മിശ്രിതമാണ് മിക്കവാറും പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു ഹാപ്പിയായി ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ. അപ്പോൾ എനിക്കിത് ശരിക്കും ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും രാവിലെ, അതായത് നല്ല രാവിലെ കേട്ടോ, വെയിലൊക്കെ വരുന്നതിനെക്കാട്ടി, അല്ലെങ്കിൽ നല്ല വൈകിട്ട്, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിന് ശേഷം, പിന്നെ നന്നായിട്ട് നനവ് കൊടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. എന്താ വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള മണ്ണിലൊക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെടി കേടായി പോകും കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോഴുള്ളൊരു റിസൾട്ടാണ്. അതായത് ഞാൻ ആഴ്ചയിൽ, അതായത് 3 ദിവസം കൂടുമ്പോഴാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഒരു 2 ടൈംസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ചെടി നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി വളരുകയും അത്യാവശ്യം ബഡ്സും അതിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങുകയും ചെയ്തു. ഇപ്പം ഇങ്ങനെ ഞാനൊരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഓർഗാനിക് ആയത് കാരണം നമ്മൾ ഒറ്റയടിക്ക് ഒരു ഞൊടിയിടയിൽ നമുക്കിത് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല. ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിന് കിട്ടും. അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഞാനിങ്ങനെ അടിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നല്ല രാവിലെയാണ് ഞാനിത് അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെടി വെക്കണ സ്ഥലം നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം. അതായത് നമ്മളിത് നല്ല രാവിലെയാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ എത്ര നമ്മൾ എന്തൊക്കെ കൊടുത്താലും നല്ല വെയിൽ കിട്ടാത്തൊരു സ്ഥലത്താണ് ചെടി ഇരിക്കണ വെച്ചാൽ പൂക്കൾ തരില്ല കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയൊരു റിസൾട്ടാണ്. ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇത്രയധികം പൂക്കൾ കിട്ടുമോ എന്ന് പോലും ഞാനിങ്ങനെ അതിശയിച്ചു പോയി ഈ ഒരു സംഭവം. പിന്നെ നിങ്ങൾക്ക് എല്ലാ പൂക്കളും നിങ്ങൾക്ക് കണ്ടാലറിയാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കളാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഞാൻ 10 മണിയുടെ വീഡിയോസ് ചെയ്തിട്ടും ഇത്ര വലിയ പൂക്കൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് 100% ഗ്യാരണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇത്ര വലിയൊരു റോസിൻ്റെ അത്ര വലുപ്പമുണ്ട് ആ ഒരു പൂവിന്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ബോട്ടിലിന് 80 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ.
അപ്പം വളരെയധികം റിസൾട്ടാണ്. ഒരു ബോട്ടിലെങ്കിലും നിങ്ങൾ വാങ്ങി പരീക്ഷിച്ച് നോക്കുക. ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ വളങ്ങൾ ഇതാക്കി വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈംസ്, അതായത് കൃത്യമായിട്ട് വളപ്രയോഗം വേണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഒരു പ്രാവശ്യം അടിച്ച് നിങ്ങൾ പിന്നെ കുറെ കാലം വന്ന് നോക്കി പൂക്കളുണ്ടോ നോക്കി കഴിഞ്ഞാലൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് നമ്മളത് ചെയ്യണം. അതായത് ഇവർ പറയുന്നത് ആഴ്ചയിൽ 3 ദിവസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളൊരു ഇതും വന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് തരും. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഫുള്ളും ഞാൻ ഈ MVR ചെയ്തിട്ടുള്ളതാണ്. പല ചെടികളായിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ല. നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പം വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ പൂക്കൾ വരികയും കായകൾ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കെമിക്കൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പ്യുവറായിട്ട് ഓർഗാനിക് ആണ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് പൂക്കൾ നന്നായിട്ട് കായകൾ പിടിക്കാനും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും പിന്നെ പച്ചക്കറികൾക്കും ഒക്കെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിൽ. ഒന്ന് മുരടിപ്പ് രോഗങ്ങൾ, അതായത് വെള്ളീച്ച പോലത്തെ പ്രശ്നങ്ങളൊക്കെ പൊതുവെ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും ഉണ്ടാകും. പിന്നെ പെട്ടെന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞു പോവുക, അങ്ങനെയുള്ള ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ബോട്ടിൽസ് ആണ്. പിന്നെ അതുമാത്രമല്ല, നമ്മളിതിൻ്റെ ഉപയോഗിക്കുന്ന രീതി നല്ല രാവിലെ അല്ലെങ്കിൽ നല്ല വൈകുന്നേരം ചെടിക്ക് നന്നായിട്ട് നന കൊടുക്കണം. എന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതായത് ഇലയുടെ മുകളിലും ഇലയുടെ താഴത്തുമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നാലാണ് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു MVR സൊല്യൂഷൻ വാങ്ങി നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ 10 മണിയുടെ വീഡിയോയുടെ ഒരു അപ്ഡേഷൻ കൂടി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മളെ റാഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്ക്രൈബർ എനിക്ക് കുറച്ച് ചെടികൾ 10 മണി ചെടികൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം വ്യൂവേഴ്സ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേഷൻ ഒന്ന് കാണിക്കണമെന്ന്. ഇതാണ് കേട്ടോ അപ്ഡേഷൻ. നല്ല അടിപൊളി കളേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ഈ ഒരു റെഡ് ഷെയ്ഡ്. പിന്നെ നല്ലൊരു ക്രീമും ഒരു യെല്ലോ ഷെയ്ഡ് കൂടിയിട്ടുള്ളൊരു കളർ വന്ന് ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്ത കളേഴ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വേറൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്ര നീളാൻ അനുവദിക്കരുത് ചെടീനെ. ഞാൻ 1-2 ആഴ്ച വീട്ടിലുണ്ടായിരുന്നില്ല. അത് കാരണമാണ് കേട്ടോ ചെടി ഇപ്പോൾ ഇത്രയും ഒരു കോലത്തിലായത്. അപ്പോൾ ഇതൊരു ടിപ്പാണ്. അതായത് ചെടിയിൽ ആദ്യം വരുന്ന പൂക്കളെ നമ്മൾ എന്തായാലും നുള്ളി മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ചെടികൾക്ക് ഉഷാറായിട്ട് ഒരുപാട് ശാഖകൾ വന്ന് നല്ല ബേസൊക്കെ നല്ല കരുത്തായിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ ചെടി വല്ലാതെ നീളിച്ചു പോകും. നമുക്ക് എല്ലാവർക്കും ആ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പം മെയിനായിട്ട് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ചെടി ഒരു 5-10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പൂക്കൾ വന്ന് തുടങ്ങിയാൽ തന്നെ നന്നായിട്ട് അതിനെ ഒന്ന് ട്രിം ഓഫ് ചെയ്യുക. അതായത് പ്രൂൺ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഒരു 4-5 പ്രാവശ്യം തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ചെടി വന്ന് തുടങ്ങും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.